വൈകിട്ട് തന്നെയാണ് ഞാൻ വീട്ടിലെത്തുന്നത്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് ഈ ലഹരിയെക്കുറിച്ച് പറയണമെങ്കിൽ എൻ്റെ യോഗ്യത അല്ലെ, പോലീസുകാരൻ എന്നുള്ളതിലപ്പുറം എനിക്കൊരു യോഗ്യത ഉണ്ടാവണം. ആ യോഗ്യത എന്താണ് എന്ന് പല സ്കൂളുകളിലും ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ക്ലാസ് എടുക്കാനുള്ള യോഗ്യത എന്ന് ചോദിക്കും. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാം, എൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഈ പറയുന്ന വയസ്സിനിടയിൽ, ഈ പറയുന്ന പ്രായത്തിനിടയിൽ ഞാൻ ഇന്ന് വരെ ഒരു ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ യോഗ്യത. ഞാൻ ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടില്ല, നിങ്ങൾ ഇന്ന് കാണുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ബീഡി വലിച്ചിട്ടില്ല, മധു എന്ന പേരിൽ പറയുന്ന എൻ്റെ പേരിലുള്ള ആ സാധനം പോലും ഞാൻ ഇന്ന് വരെ യൂസ് ചെയ്തിട്ടില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഒരു ചായ പോലും കുടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചായ ലഹരിയാണോ എന്ന് ചോദിച്ചാൽ അല്ലെ, ലഹരിയാണോ അല്ലെ? പല ആൾക്കാരും എന്നോട് പറയാറുണ്ട് ലഹരിയല്ല സർ. ഞാനാണ് എന്ന് ഞാൻ തർക്കിക്കാനൊന്നുമില്ല. പക്ഷെ ആ ചായ കുടിച്ചില്ല എങ്കിൽ, വൈകുന്നേരം 4 മണിക്കും രാവിലെ 10 മണിക്കൊക്കെ ഈ ചായ കുടിച്ചില്ല എങ്കിൽ നമുക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ചായ ലഹരിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ലഹരി ആയിരിക്കും. ഞാൻ പറയുന്നില്ല ലഹരിയാണെന്ന്, നിങ്ങൾ അതുകൊണ്ട് നാളെ കുടിക്കാതിരിക്കണ്ട. പക്ഷെ അതിന്റെ മേന്മ എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ, ഈ പറയുന്ന ഈ പ്രായത്തിനിടയിൽ എൻ്റെ ഓർമ്മയുള്ള കാലം മുതൽ ഈ സമയം വരെ, ഞാൻ ഈ സമയം എന്നാ പറയുന്നത്, നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം വരെ ഞാനൊരു ടാബ്ലറ്റ്, ഒരു ഗുളിക കഴിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് എനിക്ക് അസുഖം എന്താണെന്ന് അറിയില്ല, സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. പനി എന്ന് പറയുന്ന സൂക്കേട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എല്ലാവരും പറയും തലവേദന എടുക്കേണ്ടത്, തല ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, തലയുണ്ട്, എനിക്കിതുവരെ തലവേദന വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് അസുഖമൊന്നും വരാത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നത്. വെയിറ്റ് എന്ന് പറയുന്നത് 105 കിലോ ഉണ്ട് ഞാൻ.